ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പച്ചപ്പയർ മെഴുക്കുവരട്ടിയാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ്: പച്ചപ്പയർ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു ഒനിയൻ, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം ചൂടായ പാനിലോട്ട് ഞാനിപ്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എണ്ണ ഒന്ന് ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഒന്ന് പൊട്ടി തുടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്കതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനപ്പം ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ച പച്ചപ്പയറും സബോളയും പച്ചമുളകും അത് ഞാൻ നേരത്തെ കട്ട് ചെയ്തൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ 3 ഇൻഗ്രീഡിയൻസും. അപ്പോൾ അത് മൂന്നും ഞാൻ ആ പാനിലോട്ട് ഇട്ട് കൊടുത്തു. അതിന് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാ ചേരുവകളെയും കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പച്ചപ്പയറിന് നല്ല വേവുള്ളതാണ്, അപ്പോൾ അത് മൂടി വെച്ചിട്ട് അത് ആവിയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 5 മിനിറ്റോളം നമ്മളിത് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞു. ഇതിലോട്ട് ഇനിയും ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ഓപ്ഷണലാണ്, കാരണം നമ്മൾ ആദ്യം ചേരുവക ചേർത്തതിൻ്റെ കൂടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് എരിവ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതിന് ശേഷം നമുക്കിതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ആ പച്ചപ്പ് കുറച്ചുകൂടി ഒന്ന് മാറാനുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. അതും ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഒത്തിരി എരിവ് തോന്നുകയാണെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മളിതിലോട്ട് നമ്മുടെ ഡിഷിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡിഷിപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പച്ചപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ പച്ചപ്പയർ മെഴുക്കുവരട്ടി. അതേസമയം നല്ല ഹെൽത്തിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.